ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാറുണ്ട് അല്ലേ? ഈ പാത്രങ്ങളൊക്കെ കരി പിടിച്ചിരിക്കുമല്ലേ? അപ്പോൾ നമ്മൾ കരി പിടിച്ചിരിക്കുമ്പോൾ പിന്നെ നമുക്കതിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് തോന്നില്ലല്ലോ. അപ്പോൾ നമുക്കത് എടുത്ത് കളയാൻ തോന്നൂല്ലേ? അങ്ങനെ ഇനി കളയണ്ട. അത് നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് നല്ല പുതിയ പാത്രമാക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് വീട്ടിലെ സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പാത്രം പോലെ എടുക്കാം. നമുക്കത് ഉപയോഗപ്രദമാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊന്നും നമ്മളിനി കളയേണ്ട കാര്യമില്ല. ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ കരി പിടിച്ച് എൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് കളയണ്ട. ഇത് നമുക്ക് ഇങ്ങനെ നല്ലോണം തേച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന്. അതിന് വേണ്ടി ഞാനൊരു പേസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു പ്ലേറ്റ് എടുത്തു. ആ പ്ലേറ്റിലേക്ക് ഞാൻ നമ്മൾ സാധാരണ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ടൂത്ത് പേസ്റ്റാണ് കുറച്ചെടുത്തത് കേട്ടോ. കുറച്ച് ടൂത്ത് പേസ്റ്റ് അത് ഏതായാലും വേണ്ടില്ല. അതെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ പൗഡർ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഈ ടൂത്ത് പേസ്റ്റും ഈ സോഡ പൗഡറും കൂടി നമുക്ക് നല്ല പോലെ ഒരു ടീസ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വിനാഗിരിയും കൂടി ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തപ്പോൾ അത് കണ്ടു നല്ല പോലെ പതഞ്ഞ് പൊന്തി വന്നു കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് വീണ്ടും നല്ല ഒരു ടീസ്പൂൺ കൊണ്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ പാത്രം കഴുകുന്ന ഏത് ഡിഷ് വാഷ് ആയാലും വേണ്ടില്ല, അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മളൊരു പേസ്റ്റ് തയ്യാറാക്കി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ കരിഞ്ഞിരിക്കുന്ന ഈ ചീഞ്ചട്ടി നമുക്കൊന്ന് വൃത്തിയാക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പേസ്റ്റ് നമ്മൾ ഈ ചീഞ്ചട്ടിയിലൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കരി പിടിച്ചെടുത്തൊക്കെ നല്ലപോലെ ഒന്ന് തേച്ചതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന സ്കോച്ച് ബ്രൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ഉരച്ചാൽ മതി. നല്ലോണം തേച്ചതിന് ശേഷം നമുക്ക് ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ബലം പ്രയോഗിച്ച് ഒന്ന് ഉരയ്ക്കണം കേട്ടോ. കരി പിടിച്ച ഭാഗത്തൊക്കെ എവിടെയാണ് കൂടുതൽ കരിയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല പോലെ കരി പിടിച്ച ഭാഗത്ത് നമുക്ക് നല്ലോണം ഒന്ന് ബലം പ്രയോഗിച്ച് ഒന്ന് ഉരയ്ക്കണം. അപ്പോൾ പാത്രം നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ ഞാൻ ഉരച്ചുകൊണ്ട് തണ്ട് അതിൻ്റെ ഉരച്ച് കുറേ നേരം ഞാൻ ഉരച്ചു കേട്ടോ. ഉരച്ച് അതിൻ്റെ കരിയൊക്കെ കുറേ ഇളകി കണ്ടു. അതിൻ്റെ കരിയൊക്കെ ഇളകി അതിൻ്റെ കറുത്തിരിക്കുന്ന കണ്ടു. കുറേ കരിയൊക്കെ ഇങ്ങനെ ഇളകി വന്നു. ഇതുണ്ടോ, അത് നിങ്ങൾ കണ്ടു കരിയൊക്കെ നല്ല ഇളകി വരുന്നത്. ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കണം. ഒരു കുറച്ച് സമയം വേണം കേട്ടോ ഒന്ന് ഉരച്ച്. കൂടുതൽ കരിയുള്ളിടത്തൊക്കെ നന്നായിട്ട് ഒന്ന് ഉരയ്ക്കണം. അപ്പോൾ കുറേ കരിയൊക്കെ അതിൽ നിന്ന് വന്നു കേട്ടോ. കൊന്തയുണ്ടോ, ഇത്രയും കരി കിട്ടിട്ടോ. ഇനി ഇത് കളഞ്ഞ് നമുക്ക് ഈ വെള്ളം കളഞ്ഞ് വീണ്ടും നല്ലപോലെ കഴുകി കുറച്ചും കൂടി കരി ബാക്കിയുള്ളത് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഞാനതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും കൂടുതൽ കരിയുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അവിടെ വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ. അത് മുഴുവനായിട്ടില്ല, ഇനി അതിൽ കുറേശ്ശെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ വീണ്ടും ഇതുണ്ടോ നല്ലപോലെ ഉരച്ചത് നല്ലപോലെ വൃത്തിയായി കേട്ടോ. ഇത് ഞാൻ കളയാൻ വച്ചിരുന്നപ്പോൾ ഈ ചീനച്ചട്ടിയിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ദിവസം എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇതിങ്ങനെ എണ്ണ ഒഴിച്ച് അതങ്ങനെ കരിഞ്ഞിരുന്നു ഓർമ്മയില്ലാണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 ചീനച്ചട്ടി വാങ്ങി. ഒരു സ്റ്റീലിൻ്റെയും വാങ്ങി, ഒരു ഇൻഡാലിയത്തിൻ്റെയും വാങ്ങി. അതാണ് ഇപ്പം ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കാറ്. ഇതങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന്. ഇത് നല്ലൊരു ചീനച്ചട്ടിയാണ്, നല്ലൊരു ഒതുക്കമുള്ള ചീനച്ചട്ടിയാണ്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചീനച്ചട്ടിയാണ്. അപ്പോൾ പിന്നെ എനിക്കിത് കളയാൻ തോന്നുന്നില്ല. അപ്പം ഞാനിത് കളയാണ്ട് ഞാനിത് വീണ്ടും വൃത്തിയാക്കി ഇത് ഇനി വീണ്ടും ഞാനത് ഉപയോഗിക്കും കേട്ടോ. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പപ്പടം കാച്ചാനോ തോരനുണ്ടാക്കാനൊക്കെ നമുക്ക് നല്ലൊരു ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇതാ നല്ലപോലെ വീണ്ടും നല്ലപോലെ കഴുകിയെടുത്തു കണ്ടോ. അപ്പോൾ നല്ല കളറായിട്ട് കിട്ടിയത് കണ്ടില്ലേ നിങ്ങൾ. ഇനിയിപ്പോൾ ഇതിങ്ങനെയൊന്നും കളയേണ്ട കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മളിത് കളയേണ്ട കാര്യമില്ലല്ലോ. ഇത് നമുക്കിനി വീണ്ടും അത് ഉപയോഗിക്കാം. കുറേ കാലം ഇനി ഉപയോഗിക്കാം. ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു ഞാൻ. നല്ലൊരു ഒതുക്കമുള്ള നല്ല ചീനച്ചട്ടിയാണ് കേട്ടോ. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു ചീനച്ചട്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കഴുകിയെടുത്തോളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.